വയനാട്ടിൽ ചൂരൽമലയ്ക്കടുത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. വയനാട്ടിലെ മേപ്പാടിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കാണാതായവർക്കുള്ള തിരച്ചിലുകൾ നടക്കുകയാണ്. വയനാട് ജില്ലയിൽ മേപ്പാടിക്ക് സമീപം കല്ലാടി മേഖലയിലെ ആനക്കാംപൊയിൽ മേപ്പാടി ടണൽ റോഡ് പദ്ധതിയുടെ നിർമ്മാണ സ്ഥലത്ത് ഇന്ന് ഉച്ചയോടെയാണ് വൻ മണ്ണിടിച്ചിൽ ഉണ്ടായത്. കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് അപകടമുണ്ടായത്. മണ്ണും പാറയും കൂറ്റൻ തോതിൽ ഇടിഞ്ഞു വീണതോടെയാണ് നിർമ്മാണ സ്ഥലവും സമീപ പ്രദേശവും മണ്ണിനടിയിലായത്. തൊഴിലാളികളും വാഹനങ്ങളും മണ്ണിനടിയിൽപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അപകടത്തിൽ ഇതുവരെ 2 പേർ മരിച്ചതായും 6ലധികം പേർക്ക് പരിക്കേറ്റതായും 7 പേർ ഇപ്പോഴും കാണാതായിട്ടുണ്ടെന്നുമാണ് ഏറ്റവും പുതിയ വിവരം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. അപകട വിവരം ലഭിച്ചതിന് പിന്നാലെ ഫയർഫോഴ്സ്, പോലീസ്, NDRF, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. കനത്ത മഴയും ചെളിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുമുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൂറ്റൻ മണ്ണിടിഞ്ഞ് റോഡും വാഹനങ്ങളും മൂടുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. അതേസമയം വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപകടത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ കനത്ത മഴയാണ് പ്രധാന കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മണ്ണ് നിക്ഷേപ രീതിയെക്കുറിച്ചും ചിലർ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.